ഹലോ ഗൈസ്, അപ്പോൾ ഈ അമ്മ എന്നെ പുതിയൊരു കലയുണ്ടെന്നും പറഞ്ഞാട്ടാ വിളിച്ചുകൊണ്ട് പോയത്. സത്യത്തിൽ ഞങ്ങൾ ജെൻസി കിഡ്സ് ഈ മണ്ണപ്പറ്റുട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? അമ്മ എന്തോ അമ്മയുടെ നൊക്ലാച്ചിയൊക്കെ എൻ്റെ മുകളിൽ തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കൊള്ളാം, എനിക്കതിൽ നിന്നൊരു തവിയൊക്കെ കിട്ടി. പിന്നെ മണ്ണപ്പം ചുട്ടത് ഞാനെല്ലാം അമ്മ ചുട്ടടനെ എന്നെ അടിച്ച് പൊട്ടിച്ചു. പിന്നെ എനിക്കൊരു സാദൃശ്യം ഇതിനോട് തോന്നിയെന്ന് വെച്ചാൽ എപ്പി പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ പുട്ട് അപ്പൂപ്പ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അതേ ലാഘവത്തിൽ പുട്ട് പൊട്ടിച്ചു എന്ന് അമ്മയോട് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ മണ്ണപ്പം ചുട്ട് ഞാനങ്ങ് കുഴഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ അമ്മയുടെ കാലിൽ മണ്ണപ്പം ചുടാൻ തുടങ്ങി. പിന്നെ തവി വെച്ച് അമ്മയുടെ കാല്, തലമുണ്ട മുതലായവ ഞാൻ അടിച്ചു പൊട്ടിച്ചു. അതിൽ ഖേദം പ്രകടിപ്പിച്ച് അമ്മ എന്നോട് പിണങ്ങി. തിരിച്ച് ഞാനും പിണങ്ങി. പിന്നീട് അമ്മ എന്നെ സോപ്പിടാനായിട്ടൊരു പൂ പറിച്ച് എനിക്ക് തന്നു. ആദ്യമൊന്നും ഞാനതിൽ വീണില്ല. പിന്നീട് അറിയാതെ വഴിതെറ്റി ഞാനതിൽ വീണുപോയി. അമ്മയുടെ ആ പൂവിൽ ഞാൻ വീണു ഗൈസ്. അങ്ങനെ പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഞാൻ ആ പൂവിനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എനിക്ക് അടുത്ത ടാസ്ക് തന്നു, ഈ പൂവിനെ കുറിച്ചൊരു പാട്ട് പാടാൻ. ഇങ്ങനെ ടാസ്ക് തന്നുകൊണ്ടേയിരിക്കും ഗൈസ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ രക്ഷക എത്തി എനിക്കുള്ള ബൂസ്റ്ററുമായിട്ട്. അങ്ങനെ ബൂസ്റ്ററൊക്കെ നിറക്കി രക്ഷക പോയി. ശേഷം അടുത്ത മണി ഇത് എൻ്റെ മീശ പിടിച്ച് അതിൻ്റെ അളവെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ് എനിക്ക് ജന്മനായിട്ടൊരു മീശ കൂടിപ്പോയി. ഈ സമയത്ത് ഞാൻ എൻ്റെ മാമനെ ഓർക്കുന്നു. അങ്ങനെ മീശയൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു പരിധിയിൽ കൂടെ എൻ്റെ മീശ ഒന്നും ചെക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കണ്ണടച്ച് നടന്ന് വീഴാനുള്ള ഒരു ശ്രമത്തിലാണ് അതാ കിടക്കുന്നത്. അറിയാതെ കാലൊക്കെ തെറ്റിപ്പോയി ഗൈസ്. അങ്ങനെ നേരെ വീട്ടിൽ കണ്ണടച്ച് വന്ന് അമ്മയെ പിടിച്ചു ഗൈസ്. അതിന് ശേഷം അവിടെ ഒരു ചിരട്ട ലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. എന്താ വായത്തിന് ആ ചിരട്ട തെറ്റ് വീണില്ല. അങ്ങനെ എൻ്റെ കളയത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ ഇതാ കിടക്കുന്ന അടുത്ത പണി. തീരുമ്പോൾ അമ്മ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുക. അതുപോലെ അച്ഛൻ എങ്ങനെയാണ് കൂർക്കം വലിക്കുന്നതെന്ന് അഭിനയിച്ച് കാണിക്കുക. ഇങ്ങനെ അമ്മ ഏത് നേരം എനിക്ക് പണി തന്നോട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആകെ ഒരു അവസ്ഥയായിരുന്നു ഗൈസ് എൻ്റെ.